വാർത്തകൾ തുടരുന്നു. കാനയിൽ നിന്ന് മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് അധികൃതർ പരിഹരിക്കണമെന്ന് നഗരസഭാ കൗൺസിലർമാർ. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ സർക്കിൾ ഓഫീസ് പരിസരത്ത് ദുർഗന്ധം വമിക്കുന്ന മലിനജലത്തിന് താൽക്കാലിക പരിഹാരം. കൊടുങ്ങല്ലൂർ വടക്കേനടയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കാനയിലേക്ക് ഒഴുക്കിവിടുന്ന മലിനജലം മുൻകാലങ്ങളിൽ കാനയിൽ കൂടി പടിഞ്ഞാറോട്ടൊഴുകി ഹൈവേയിലെ കാനയിലേക്ക് ഒഴുകി എത്തുകയാണ് പതിവ്. ഇതിൽ നിന്നും വിപരീതമായി ഈ മലിനജലം ഇപ്പോൾ സർക്കിൾ ഓഫീസ് പരിസരത്തേക്ക് ദിവസങ്ങളായി ഒഴുക്കുകയാണ്. ഇതിന് കാരണമായത് ഹൈവേയിൽ കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴയ കാനകൾ പൊളിച്ചത് കാരണം മലിനജലം തെക്കോട്ടൊഴുകി റോഡിൽ കെട്ടിക്കിടക്കാനിടയായത് കൗൺസിലർമാർ ഹെൽത്ത് സെക്ഷനിൽ അറിയിച്ചെങ്കിലും നിർമ്മാണത്തിലിരിക്കുന്ന കാനയിലേക്ക് മലിനജലം ഒഴുക്കാൻ സാധിച്ചില്ല. താൽക്കാലികമായി ഈ മലിനജലം തെക്കോട്ട് ഒഴുകുന്നതിന് പകരം വടക്കുവശത്തേക്ക് ഒഴുക്കിവിട്ടാണ് താൽക്കാലിക പരിഹാരം കണ്ടത്. വീണ്ടും മലിനജലം നഗരത്തിൽ കെട്ടിക്കിടക്കാൻ ഇനിയും സാധ്യതയുണ്ട്. കാന നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുകയുള്ളൂ എന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ 4-ാം വാർഡ് കൗൺസിലർ സുമേഷ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ DVC ഓഫീസിന്റെ മുന്നിൽ കാനയിൽ മലിനജലം പൊങ്ങിയെന്നുള്ളൊരു പ്രശ്നം ഒരിക്കുന്നുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന കാന അത് തെക്കോട്ട് ഒഴുകി ആ വെള്ളം പോകാറുണ്ട് പതിവ്. പക്ഷേ ഇത് കാന നിർമ്മാണം നമ്മുടെ ഹൈവേയുടെ റോഡ് സംബന്ധിച്ച വിഷയം നടക്കുന്നതിൻ്റെ പേരിൽ പഴയ പല കാനകളും പൊളിച്ചു മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കാന തുറന്നു പോകാൻ സാധിക്കാത്തൊരു ഭാഗത്തിലാണ് ഉള്ളത്. തീർച്ചയായും ഈ പുതിയ റോഡിൻ്റെ NH റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനൊപ്പം തന്നെ ഈ കാനയുടെ പൂർത്തീകരണം നടന്നാൽ മാത്രമേ ഈ വെള്ളക്കെട്ട് ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ കണ്ടീഷൻ വർക്കേഴ്സിന് ഉപയോഗിച്ചുകൊണ്ട് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രവർത്തനം നടന്നിരിക്കുന്നത്. താൽക്കാലികം വന്നു കൂടുന്ന വെള്ളം പോകാനായിട്ടുള്ളത് ചെറിയ ചാല് വെട്ടിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ NH ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും NH അധികൃതർ പറഞ്ഞ് ഈ കാണുന്ന നിർമ്മാണത്തോടൊപ്പം തന്നെ ഈ പ്രശ്നം പൂർത്തീകരിക്കുന്നതാണ് പറഞ്ഞത്. നിലവിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടിന് ശാശ്വതമായിട്ട് പരിഹാരം ഇല്ലെങ്കിൽ കൂടി താൽക്കാലികമായ പരിഹാരം നടത്താനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും സഹകരിച്ചു പോകേണ്ട ഒരു ആവശ്യം കൂടി നമുക്കുണ്ട്. കൂടാതെ എലിവേറ്റഡ് ഹൈവേയിലെ കാനകളിലേക്ക് നിലവിലുള്ള കാനകൾ ബന്ധിപ്പിക്കാത്തത് മഴക്കാലത്ത് ഹൈവേയുടെ ഇരുവശങ്ങളിലുമുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നും ഇതിനു വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നും കൗൺസിലർമാരായ സുമേഷും പരമേശ്വരൻകുട്ടിയും ആവശ്യപ്പെട്ടു. കാലങ്ങളായി ഈ വെള്ളക്കെട്ട് ഇപ്പോൾ ഇനി മഴയാണ് വരണത്. ഈ മഴ സമയത്ത് കൂടുതൽ പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും പ്രളയം വരാൻ വരെ സാധ്യതയുള്ളൊരു പ്രശ്നമാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്രധാനമായി കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നമ്മുടെ തെക്കോട്ട് ഒഴുകിയിട്ട് ശൃംഗോപുരം തോട്ടിലാണ് എത്തേണ്ടത്. അതിൽ പല സ്ഥലത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഈ കാനകൾ മുഴുവനും ബ്ലോക്കാണ്. കൂടാതെ ഇപ്പം നിലവിലുള്ള കാനകളൊന്നും ഹൈവേ അതോറിറ്റിയുടെ കാനയിലേക്ക് ബന്ധിപ്പിച്ചിട്ടില്ല. നമ്മൾ തെക്കോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഭൂരിഭാഗം കാനകളും പണിതിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകി വന്നിരുന്ന കാനകളും പ്രഗതി ഹോം നീഡ്സ്. ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കീഴിൽ. കുക്ക് വെയർ, ക്ലീനിംഗ് ഐറ്റംസ്, മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ്, ക്രോക്കറി, ടോയ്സ്, ഗിഫ്റ്റ്, ടേബിൾ ഷീറ്റ്സ് ആൻഡ് വിനൈൽ, അപ്ലയൻസ്, ഹൗസ് ഹോൾഡ്സ്, കിച്ചൺ ആക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി പ്രഗതിയിലുണ്ട്. പ്രഗതി ഹോം നീഡ്സ്, നിയർ ലക്ഷ്മി സിനിമാസ്, കൊടുങ്ങല്ലൂർ.